നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. That night they caught nothing. കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതും അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതുമായുള്ള കാര്യങ്ങളാണ് ഈ വേദഭാഗത്തോടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയാവുന്നത്. The risen Christ who reinstates. ജീവിതത്തിൽ പരാജയം സംഭവിച്ചതായുള്ളൊരു കൂട്ടം ശിഷ്യരെയാണ് നമുക്കിവിടെ കാണാനായിട്ടിടയാവുന്നത്. പരാജയം സമ്മതിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. എന്നാൽ അത് സമ്മതിക്കുന്നതായിട്ടുള്ള യേശു സ്നേഹിച്ച യോഹന്നാൻ എഴുതിയതായിട്ടുള്ള സുവിശേഷമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. Accepting the failure of our lives. മറ്റാർക്കുമല്ല സംഭവിക്കുന്നത്, മീൻ പിടിക്കുവാൻ വിദഗ്ധരായിട്ടുള്ള ആളുകൾക്കാണ്. പത്രോസും കൂടെയുള്ളതായിട്ടുള്ള 6 ശിഷ്യന്മാർ, മുക്കുവരായിട്ടുള്ള ഈ ശിഷ്യഗണങ്ങൾക്ക് ഗലീല കടൽ എന്ന് പറയുന്നത് വളരെ പരിചയമുള്ളതായിട്ടുള്ള ഒന്നാണ്. അവിടെയാണ് അവർ ജീവിച്ച് വളർന്നത്. അതുകൊണ്ട് ഏത് സമയത്ത് മീൻ പിടിക്കണം, എവിടെ മീൻ പിടിക്കണം, എങ്ങനെ മീൻ പിടിക്കണം, ആദ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നതായിട്ടുള്ള ആളുകളാണ്. They were experts and specialists. Yet they failed. നമ്മളുടെ ജീവിതത്തിലും പരാജയങ്ങൾ ഇതുപോലെ സംഭവിക്കാറുണ്ട്. നന്നായിട്ട് അറിയാവുന്നതായിട്ടുള്ള ആളുകൾ, വിദഗ്ധരായിട്ടുള്ള ആളുകൾ. ചരിത്രം സാക്ഷിക്കുന്നുണ്ട്, ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം തുമ്പയിൽ പ്രവർത്തിക്കുന്നതായുള്ള അവസരത്തിൽ റോക്കറ്റ് വിടുന്നതിനായിട്ടുള്ള തൻ്റെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് പരാജയപ്പെടുന്നത്. നാം സഞ്ചരിക്കുന്നതായുള്ള പാതയിൽ ഒരു വലിയ പാറ കിടക്കുകയാണെങ്കിൽ അത് നമ്മളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ നമ്മുടെ ചെരുപ്പിനുള്ളിൽ കയറുന്നതായുള്ള ചെറിയ മണൽത്തരി നമ്മളെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഈ പത്രോസിനും കൂട്ടർക്കും സംഭവിച്ചത്, അവർക്ക് മീൻപിടുത്തം അറിയാൻ പാടില്ല എന്നിട്ടല്ല. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, യേശു പത്രോസിനെ വിളിക്കുന്നതായുള്ള അവസരത്തിൽ തന്നെ പരാജയത്തിൻ്റെ മധ്യത്തിലാണ് വിളിക്കുന്നത്. പടകിൻ്റെ വലത്തെ വല വീശുവാനായിട്ട് പറഞ്ഞ് മീൻപിടുത്തം നടത്തിയതായുള്ള പത്രോസാണ്. എന്നാൽ പരാജയ കാരണം കർത്താവാണ് അവരെ വിളിച്ച് വേർതിരിച്ചത്. ആ കർത്താവിനെ തുടർന്നും ജീവിതത്തിൻ്റെ കർത്താവായിട്ട് മനസ്സിലാക്കുവാൻ കഴിയാതെ ഉഴറിപ്പോയി എന്നതാണ് സംഭവം. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും ദൈവത്തെ നോക്കി വിളിച്ച് പാടി ആരാധിച്ച് ക്രമമായിട്ടൊക്കെ ദേവാലയത്തിൽ സംബന്ധിച്ചിട്ട് പിന്നെ എന്താ എനിക്കിങ്ങനെ സംഭവിച്ചത്?
ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കൂടിയിരിക്കുന്നതായിട്ടുള്ള ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കണം. പരാജയം സംഭവിക്കുമെന്ന് തോന്നുമ്പോഴും മുറുകെ പിടിക്കുന്നതിനായിട്ട് സാധിക്കണം. വീഴുവാൻ പോകുന്നുവെന്ന് വിചാരിക്കുമ്പോഴും മുറുകെ പിടിക്കുന്നതിനായിട്ട് സാധിക്കണം. എൻ്റെ യേശു എനിക്ക് മതിയാനാണ് എന്ന് പറയുവാൻ്റെ കോണം ജീവിതത്തിൽ എപ്പോഴും ഇടയായിട്ട് തീരണം. സാധിക്കുന്നുണ്ടോ? ഈ ആധുനിക കാലത്ത് വളരെയധികം ആളുകൾ റാഷണലായിട്ട് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. റീസണിങ്, തങ്ങളുടെ ബുദ്ധിക്ക് നിരക്കാത്തതായുള്ള യാതൊന്നും അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല. പ്രത്യേകിച്ച് യുവജനങ്ങൾ. ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ കൂടെ കടന്നുപോയിട്ടുള്ള പ്രായമുള്ള ആളുകൾക്ക് അറിയാം, എല്ലാ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും നടത്തിയത് ദൈവമാണ്. ആ ദൈവത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്. പിന്നെ നമ്മോട് ചോദിക്കുവാനായിട്ടുള്ളൊരു ചോദ്യം, ഇത് നാം വിശ്വസിക്കുന്നുണ്ടോ? Can we trust God? We trust God because He is trustworthy. മാത്രവുമല്ല, തലമുറകൾക്കത് കൈമാറുവാൻ്റെ കാരണം ഈസ് ദ ഗോഡ് ടോക്ക് ഇൻ അവർ ഫാമിലീസ്. ഇന്ന് പലയിടത്തും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞതായുള്ള കാര്യങ്ങൾ. വി ഡോണ്ട് ഹാവ് ഗോഡ് ടോക്ക് ഇൻ അവർ ഫാമിലീസ്. ന്യായം വിധിക്കുവാൻ ഞാനാളല്ല. എന്നാൽ നമ്മളുടെ ഭവനത്തിൽ ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിക്കാറുണ്ടോ? ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടാറുണ്ടോ? ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ടോ? ഉള്ള ആളുകളും ഭവനങ്ങളും ഉണ്ട് എന്നതെനിക്കറിയാം. എന്നാൽ ഇല്ലാത്തതായിട്ടുള്ള ഭവനങ്ങളാണ് നേരെ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ചോദിക്കണം, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഈ പത്രോസിനെയും കൂട്ടരെയും സംബന്ധിച്ചിടത്തോളം യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് അവർ മനസ്സിലാക്കിയ ആളുകളാണ്. ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ യേശു യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഇരുന്നതായിട്ടുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. തൻ്റെ ആണിപ്പാടുകൾ അവരെ കാണിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകുവാൻ്റെ കാരണം ഊതി, എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്ന പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. ഇതെല്ലാം കേട്ടതായിട്ടുള്ള ആളുകളാണ്. കേൾക്കാതിരുന്ന തോമസ് അപ്പോസ്തലനാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസം കഴിഞ്ഞപ്പോൾ യേശു അവനും പ്രത്യക്ഷനായി. ഇതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് എന്നത് ഓർക്കണം. അതുകൊണ്ട് അറിവില്ലാഞ്ഞിട്ടല്ല, മനസ്സിലാക്കാഞ്ഞിട്ടല്ല, എന്നാൽ തങ്ങളുടെ കഴിവുകൾ വിനിയോഗിച്ച് ജീവിതത്തിൽ എന്തെല്ലാമോ നേടാം എന്ന് വിചാരിച്ചു എന്നതാണ് പ്രശ്നം. That's where we go wrong. നമ്മളുടെ കഴിവുകൾ ഉപയോഗിച്ച്, നമ്മളുടെ സാമർഥ്യം ഉപയോഗിച്ച്, നമ്മളുടെ സ്വാധീനം ഉപയോഗിച്ച് എന്തെല്ലാമോ നമുക്ക് നേടിയെടുക്കാമെന്ന് നാം വിചാരിക്കുന്നുണ്ടോ, we are going wrong. Without God, we are a zero. We are reduced to zero. With Christ, we are a hero. The beauty of the whole scripture is that in spite of the failure that the disciples met with, Jesus came forth, invited them, and He wanted to reinstate them. നമ്മുടെ എല്ലാ വീഴ്ചകളുടെയും മധ്യത്തിൽ, നമ്മുടെ എല്ലാ പരാജയങ്ങളുടെയും മധ്യത്തിൽ, നമ്മുടെ എല്ലാ തള്ളിപ്പറയലിൻ്റെ മധ്യത്തിൽ, ഒറ്റിക്കൊടുക്കലിൻ്റെ മധ്യത്തിൽ അവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇൻ സ്പൈറ്റ് ഓഫ് അവർ ഫെയിലിയേഴ്സ്, നമ്മൾ എത്ര സമർത്ഥരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട് ശ്രമിച്ചാലും
നാം പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ ആ പരാജയത്തിൽ നമ്മളെ കണ്ടം ചെയ്യുന്നതായാലൊരു കർത്താവല്ല, കുറ്റം പറയുന്നതായുള്ള ഒരാളല്ല, ന്യായം വിധിക്കുന്നതായാലൊരു കർത്താവായിട്ടല്ല വരുന്നത്. പിന്നെ സ്നേഹത്തോടു കൂടി അടുക്കുകയാണ്. മക്കളെ വരുവേൻ, തന്നെ കൈ നീട്ടുകയാണ് അവരെ പിടിച്ച് കയറ്റുവാണ്ടൊക്കെയാണ്, വീഴ്ചയിലിനെ കരകയറ്റുവാണ്ടൊക്കെയാണ്. And therefore he is the redeemer of everyone. നമ്മളുടെ ശിവച്ചൻ ഇപ്പോൾ കുമ്മനാട് കടപ്പുറയിലുള്ള കൗൺസിലിംഗ് സെൻ്ററിലെ ചുമതലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൗൺസിലിങ്ങിലൂടെ ആഗ്രഹിക്കുന്നത് കൈ പിടിച്ച് കരയറ്റുവാനായിട്ടിടയാവണം. പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ആളുകളെ വിടുവിക്കുന്നതിനായിട്ട് സാധിക്കണം. കൗൺസിലിംഗ് ആണ് അച്ഛൻ നടത്താനായിട്ട് പോകുന്നത്. ഫാമിലി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമാണ് അവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. കുടുംബങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. നമ്മെ സ്നേഹിക്കുന്ന, വീണ്ടെടുക്കുന്ന, നമ്മളുടെ വീഴ്ചയിലും തള്ളിക്കളയാതെ അടുത്തു വരുന്നതായിട്ടുള്ളൊരു കർത്താവിനെ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം എത്ര ദൂരെയാണ്? ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മാത്രം മതി. ഈ സോ ക്ലോസ് ടു us. So close to us. പീഡാനുഭവ ആഴ്ചയിലൊക്കെ നാം ധ്യാനിച്ചതായുള്ളൊരു ഭാഗമാണ് പത്രോസ്, നീ എന്നെ തള്ളിപ്പറയും, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളിപ്പറയില്ല. കോഴി കൂവുമ്പേ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. And that happened. ക്രൂശിക്കപ്പെട്ടവനായി, അറസ്റ്റിലായി, കാൽവറിയിലേക്ക്, ക്രൂശിലേക്ക് കൊണ്ടുപോകുന്നതായുള്ള ക്രിസ്തു തിരിഞ്ഞ് അവനെ നോക്കി. പത്രോസ് അത് കാണുകയും ചെയ്തു. This is the beauty of our relationship with Jesus, the Lord and Master. This is our relationship. He loves, He redeems, He reinstates. ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ തുടർന്നുള്ളതായുള്ള വേദഭാഗം കൂടെ നാം നോക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പത്രോസിനോട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ സാവകാശമുള്ളപ്പോൾ വീട്ടിൽ പോയി ആ വേദഭാഗം വായിച്ചാൽ മതി. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ളതായുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ പരാജയപ്പെട്ടതായുള്ള ശിഷ്യന്മാർക്ക് പ്രാതൽ കൊടുത്തതിന് ശേഷം, അവരെ സ്നേഹിച്ചു എന്നതൊക്കെ അനുഭവിക്കാൻ ഇടയായി തീർന്നതിന് ശേഷം യേശു പത്രോസിനോട് തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ മകനെ ശിമോനെ, നീ ഇവയേക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ദ ബിഗ് ക്യാച്ച്, ദ വിക്ടറി, ദ ബ്രൈറ്റ് സൈഡ് ഓഫ് യുവർ ലൈഫ്, ഇവയേക്കാളൊക്കെ അധികമായിട്ട് നിനക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് കഴിയും. നമ്മളുടെ എല്ലാ വിജയങ്ങളെക്കാളിലും, നമ്മളുടെ എല്ലാ സെക്യൂരിറ്റിയെക്കാളിലും, നമ്മളുടെ എല്ലാ ജീവിതത്തിൻ്റെ ഉയർച്ചയെക്കാളും ഒക്കെ അപ്പുറമായിട്ട് കർത്താവെ നമ്മോട് തിരിഞ്ഞ് ചോദിക്കുന്നതായ ചോദ്യമാണ്, ഇതൊക്കെ ആകട്ടെ, ഇതെല്ലാം നിനക്ക് ഉണ്ട്, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനം, റൈറ്റ്, ഇവയേക്കാളൊക്കെ അധികമായിട്ട് നിനക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് കഴിയും. ഉപകർത്താവേ എന്നൊക്കെ പറയാനായിട്ട് പത്രോസ് ശ്രമിച്ചിട്ടും 3-ാമത്തെ പ്രാവശ്യം യേശു ചോദിച്ചപ്പോൾ പറയുന്നത്, നീ സകലതും അറിയുന്നു എന്നാണ്. There is nothing hidden. Everything is transparent in your eyes. You know me in and out. ഇത് ദൈവസന്നിധിയിൽ സമ്മതിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കുമ്പസാര പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ കുർബാന ശുശ്രൂഷയുണ്ട്, ദേവാലയത്തിൽ ക്രമമായിട്ട് വരുന്നുണ്ട്, എല്ലാം ശരി തന്നെ.
ലോട്ട്സ് ഓഫ് ഗുഡ് തിങ്സ്. ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് എൻ്റെ യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷിതാവാണ്, സന്തത സഹചാരിയാണ്, ഇത് പറയാനായിട്ട് സാധിക്കും. ഹി ഈസ് ഓൾവേസ് വിത്ത് മീ ആൻഡ് ഐ ആം വിത്ത് ഹിം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങൾ വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിപ്പാനായിട്ട് കഴിയുകയില്ല എന്നെല്ലാം കർത്താവ് പറയുന്നുണ്ട്. കായ്ക്കാത്ത കൊമ്പൊക്കെ വെട്ടി കൂട്ടിയിട്ട് തീ കത്തിക്കുന്നു. എന്നാൽ കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു, പ്രൂണിങ്, ഇതെല്ലാം ഉണ്ട്. Yet he loves. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു സ്വല്പം സൗന്ദര്യപ്പിണക്കം കാണാം. ആരൊക്കെ തന്നെയാണെന്നറിയാമോ? ഈ ശിഷ്യന്മാരുടെ പ്രധാനിയായിട്ടുള്ള പത്രോസും യേശുവിനെ സ്നേഹിച്ചതായുള്ള യോഹന്നാനും. അവർ രണ്ടുപേരുമുണ്ട് ഈ മീൻ പിടിക്കാൻ പോയതായിട്ടുള്ള കൂട്ടത്തിൽ. പിന്നീട് വായിക്കുന്നത്, ഈ പത്രോസിനെ കർത്താവെ യഥാസ്ഥാനപ്പെടുത്തിയിട്ട് നീ ആടുകളെ മേയിക്കുക എന്നൊക്കെ പറഞ്ഞ് അവനെ വീണ്ടും നിയോഗിച്ചിട്ട് അവൻ നോക്കുന്ന അവസരത്തിൽ യോഹന്നാൻ അവിടെ നിൽക്കുന്നു, ശിഷ്യനായിട്ടുള്ള യോഹന്നാൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവനെന്നാ സംഭവിക്കാൻ പോകുന്നത്? വി ഓൾവേസ് കമ്പയർ വിത്ത് അതർ പീപ്പിൾ, അല്ലേ? പത്രോസ് തന്നെ സംഭവിച്ചു, ഇവനെന്നാ സംഭവിക്കാൻ പോകുന്നത്? കർത്താവ് ശിമോനോട് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, 2 പ്രാവശ്യം പറയുന്നുണ്ട്, നീ എന്നെ അനുഗമിക്കുക. അവനെന്തായാലും സംഭവിച്ചോട്ടെ, അത് ദൈവഹിതപ്രകാരം നടന്നോളും, അത് ദൈവത്തിൻ്റെ കാര്യമാണ്. എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം യു ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ഇത്ര അടുത്ത യേശുവിനെ അറിയുന്നതിനായിട്ടും ഇത്ര അടുത്ത ആ സ്നേഹത്തെ മനസ്സിലാക്കുന്നതിനായിട്ടും നമുക്ക് സാധിക്കുമോ? സാധിക്കണമെങ്കിൽ ഇൻ എവറി സ്റ്റെപ്പ് ഓഫ് അവർ ലൈഫ് വി ഷുഡ് ഫോളോ ഹിം. അതാ ഇവിടുത്തെ സന്ദേശം, ഫോളോ മീ. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാവുന്ന മേഖലകൾ തുറന്നു കാട്ടുകയാണ്. ദൈവസന്നിധിയിൽ വരുമ്പോൾ സമ്മതിക്കാനായിട്ട് തയ്യാറാണ്. ലോർഡ്, ഐ ഹാവ് ഫെയിൽഡ്. സമ്മതിക്കാമോ? ഇച്ചിരി പ്രയാസമാണ്. നമ്മളുടെയൊക്കെ ഈഗോ അതിനെ നമ്മൾ അനുവദിക്കത്തില്ല, അതുകൊണ്ട് തന്നെ അത് പ്രയാസമായിരിക്കും. എന്നാൽ ദൈവത്തിന് മുമ്പാകെ മറന്നിരിക്കുന്ന ഒന്നുമില്ല. ഹി നോസ് ഇൻ ആൻഡ് ഔട്ട്. അതുകൊണ്ട് ഏറ്റവും കരണീയമായിട്ടുള്ളത് സമ്മതിക്കുക എന്നതാണ്. കർത്താവേ, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, നീ പരാജയമടയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പടകിൻ്റെ വലത്ത വശത്തെ നീ വീശിക്കൂ, മീൻ കിട്ടും. കിട്ടി ആകട്ടെ, പെരുത്തതായുള്ള മീൻകൂട്ടമുണ്ട്, നല്ല ആദായമാണ്, നല്ല വിക്ടറിയാണ്. ബട്ട് യു കം, നിനക്ക് വേണ്ടി ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. നീ പിടിച്ച കൊല്ലോടെ കൊണ്ടുപോരെ, നമുക്ക് ഒരുമിച്ചത് കഴിക്കാം. But then the question remains, do you love me more than all this? Do you love me more than all this? Even more than your relationship with God? Do you love Christ? യേശുവിനെ യേശുവായിട്ടറിഞ്ഞ്, യേശുവിനെ നാഥനായിട്ടറിഞ്ഞ്, കർത്താവായിട്ടറിഞ്ഞ്, രക്ഷിതാവായിട്ടറിഞ്ഞ്, നമ്മെ വീണ്ടെടുക്കുന്നതിനായിട്ടറിഞ്ഞ് സ്നേഹിപ്പാനായിട്ട് കഴിയും. എങ്കിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഫോളോ മീ, എന്നെ അനുഗമിക്കണം. All through the days of your life, follow me. ആ കർത്താവിനെ അനുഗമിക്കുന്നതായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കട്ടെ. നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന മേഖലകളുണ്ട്, എന്നാൽ അത് അറിയുന്നതായിട്ടുള്ള കർത്താവാണ്. അതുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നമ്മുടെ പരാജയങ്ങളെ സമ്മതിക്കാം, എന്നാൽ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കരകയറുന്നതിനായി, വീണ്ടെടുക്കപ്പെടുന്നതിനായി ദൈവസന്നിധിയിൽ
അവനോട് ചേർന്ന് നിൽക്കുന്നതിനായി നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യാം. ഇവിടെ വരുവാനായിട്ട് നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായി തീർന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. 2-3 ചെറിയ കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഒന്ന്, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പത്മശ്രീ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ മെമ്മോറിയൽ ടോക്ക് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. വിൽ വി ബി ഹിയർ? കുമ്മനാട്ട് വലിയ പള്ളിയിൽ വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എല്ലാവരും കാണണമെന്നാണ്. എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടായാലും മാറ്റി വെച്ചിട്ട് സമയം കണ്ടെത്തി വരാൻ വെക്കുമോ 4 മണിക്ക്? രണ്ട്, ഇന്നിവിടെ വന്നതായുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഇത്രയും കുഞ്ഞുങ്ങളെ ഉള്ളോ ഈ വലിയ പള്ളിയിൽ? ഞാൻ കരുതുന്നില്ല. വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും അപ്പന്മാരും അമ്മമാരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരുന്നു. 2 മിനിസ്ട്രിയാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞു എന്നാണ് എൻ്റെ വിചാരം. 2 മിനിസ്ട്രിയാണ്. ഒന്ന്, മിനിസ്ട്രി എന്നത് എൽഡർലി പീപ്പിൾ. അതിന് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. 2 റോയിൽ കൂടുതലുണ്ടായിരുന്നു. മറ്റേത് മിനിസ്ട്രി ടു ദ ചിൽഡ്രൻ. ഇതിനിടയ്ക്കുള്ളതായുള്ള യുവജനങ്ങളൊക്കെ അവർ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ എണ്ണം കുറവാണ്. ഇവിടെ ഒട്ടുമില്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറവാണ്. അതുകൊണ്ട് മിനിസ്ട്രി ടു ദ എൽഡർലി, മിനിസ്ട്രി ടു ദ യങ് വൺസ് ഗൗരവമായിട്ട് എടുക്കേണ്ടതായിട്ടുള്ള മിനിസ്ട്രിയാണ്. ആൻഡ് ബ്രിങ് ഓൾ യുവർ ചിൽഡ്രൻ. എന്തൊക്കെ അസൗകര്യമില്ല, അവർക്ക് ഉറക്കമാണേലും എടുത്തുകൊണ്ട് പോരെ. ഡോണ്ട് വറി. വളരെ എഫക്റ്റീവായിട്ടുള്ള മിനിസ്ട്രി നിർവഹിക്കുന്ന ഒരു മാതൃകാ ഇടവകയായി എപ്പോഴും കാണപ്പെടുവാൻ കുമ്മനാട് വലിയ പള്ളിക്ക് സാധ്യമായി തീരട്ടെ എന്ന് സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. നല്ല സമർത്ഥമായിട്ട് പാട്ടുകൾ പാടുന്നതായുള്ളൊരു കൊയറെ നമുക്കുണ്ട്. ആ പാട്ടുകൾ കേൾക്കുന്നത് നമുക്ക് സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്. എന്നാൽ ഈ പാട്ടുകൾ നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടാവണം. ലെറ്റ്സ് കം ടുഗദർ ടു സിംഗ് പ്രൈസസ് ടു ഗാഡ്. ഓർക്കണം, പൗലോസും ശീലാസും ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ ആമത്തിൽ കിടന്നതായുള്ള അവസരത്തിൽ പോലും അവർ കൈകൊട്ടി പാടി ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ ഭവനങ്ങളിൽ അപ്രകാരം ദൈവത്തിന് സ്തുതികൾ ഉയരുന്ന ഭവനങ്ങളായി എപ്പോഴും കാണപ്പെടുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. പോപ്പ് ഫ്രാൻസിസ് നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയി. അദ്ദേഹം പറഞ്ഞതായുള്ളൊരു കാര്യം, നമ്മളുടെയൊക്കെ ഇടവുകളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നില്ല എങ്കിൽ ഈ കൂടിവരവ് വ്യർത്ഥമാണ് എന്നതാണ്. ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ കൂട്ടായ്മയിലുണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയുന്നതിനായിട്ട് സാധിക്കണം, ഞാൻ ദേവാലയത്തിൽ ചെന്നതായുള്ള അവസ്ഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത ഒരാളെ ഞാൻ കണ്ടു, സംസാരിച്ചു. മതി. ചുറ്റുപാടുമുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കണം, ദിസ് ഈസ് എ ഹൗസ് ഓഫ് ഗാഡ് where they can also come. പ്രസംഗം നീട്ടുന്നില്ല, നിർത്തുകയാണ്. Let our community be an open community where we embrace everyone. ക്രിസ്തോസ്തിരുമേനി പറയുന്നത് പോലെ സഭ അതിൽ തന്നെ ഒരു അന്തമല്ല. സഭ എപ്പോഴും സഭയായിട്ട് തീരുന്നത് ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നതായുള്ള ദൗത്യം നിറവേറ്റുന്നതിലാണ്. ദൗത്യം ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുക എന്നതാണ്. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുക എന്നതാണ്. ആ കർത്താവിൻ്റെ സാക്ഷികളായി എല്ലാ മേഖലകളിലും, എല്ലാ സമയത്തും, എല്ലാ ഇടങ്ങളിലും എല്ലാവർക്കും സാധ്യമായി തീരട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിൻ്റെ മക്കളാണ് ഞങ്ങൾക്ക് ഇന്ന് ദേവാലയത്തിൽ ചേർന്നതിന് നിന്നെ ആരാധിക്കുന്നതിനായിട്ടും തിരുവചനത്തിൽ നിന്നെ ധ്യാനിക്കുന്നതിനായിട്ടും ഞങ്ങളെ സഹായിച്ചുവല്ലോ.
ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു എന്നത് അംഗീകരിപ്പാൻ്റെ കൊണ്ടിടയാക്കണമേ. പലപ്പോഴും അത് സംഭവിക്കുന്നത് കർത്താവിനെ കൂടാതെ ജീവിക്കുന്നതായുള്ള രംഗങ്ങളിലാകുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകി തരണമേ. ഞങ്ങളുടെ പരാജയ രംഗങ്ങളിലും ഞങ്ങളെ വീണ്ടെടുക്കുന്നതായുള്ളൊരു കർത്താവുണ്ട് എന്ന് മനസ്സിലാക്കി ആ കർത്താവിനെ കണ്ട് ജീവിതത്തിൽ ഉയർന്നു വരുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവയേക്കാളൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ കൊണ്ടിടയാക്കണമേ. നീ എന്നെ അനുഗമിക്കുക എന്നുള്ള നിൻ്റെ വാക്കുകൾ കേട്ട് കർത്താവിനെ അനുഗമിപ്പാൻ ഞങ്ങളെല്ലാം പ്രാപ്തരാക്കണമേ. സ്വർഗീയമായുള്ള നൽവരങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ ഓരോരുത്തരെയും ഈ ഇടവയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.